നമസ്കാരം. നമ്മളെല്ലാവരും ഉറക്കത്തിൽ പല സ്വപ്നങ്ങളും കാണുന്ന വ്യക്തികളാണ്. ഇതിൽ ഏത് സ്വപ്നമാണ് നടക്കാൻ സാധ്യതയുള്ളത്? നമ്മൾ കാണുന്ന പല സ്വപ്നങ്ങളുണ്ട്. അത് എപ്പോൾ കാണുന്ന സ്വപ്നങ്ങളാണ് കൂടുതലും നടക്കാൻ സാധ്യത? അതുപോലെ തന്നെ ഏതൊക്കെ സ്വപ്നങ്ങളാണ് എന്നാണ്. അതിൽ കൂടുതലും നമ്മൾ നല്ല സ്വപ്നങ്ങളും കാണും, ചീത്ത സ്വപ്നങ്ങളും കാണും. ചീത്ത സ്വപ്നങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലൊരു പേടി ഉണ്ടാവും, ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമോ എന്നുള്ളത്. കാരണം ചിലപ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ച് തന്നെ ആയിരിക്കും സ്വപ്നത്തിലും കാണുന്നത്. അപ്പോൾ അത് നടക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടാവും. നല്ല സ്വപ്നമാണെങ്കിൽ നടക്കുന്നതിന് സന്തോഷമായിരിക്കും. പക്ഷേ എപ്പോൾ കാണുന്ന സ്വപ്നങ്ങളാണ് കൂടുതലും ഫലിക്കാൻ സാധ്യത? അത് നമ്മൾ പുലർച്ചെ കാണുന്ന സ്വപ്നമാണ് കൂടുതലും അത് ഫലിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുലർച്ചെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം, ഉറക്കം ഉണർന്നതിന് ശേഷം വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുൻപൊരു അർദ്ധമയക്കത്തിൽ നിൽക്കുന്ന ഒരു സമയമുണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഉള്ള ഒരു ചിന്ത എന്താണോ, ആ ഒരു സമയത്ത് നമ്മളുടെ മനസ്സിൽ വരുന്ന ചിന്തയുമായി അനുബന്ധിച്ച് വരുന്ന ഒരു സ്വപ്നം ഉണ്ടാവും. ആ മയക്കത്തിൽ കാണുന്ന സ്വപ്നം നമ്മളിലേക്ക് ഫലിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ആ സമയത്ത് നമ്മളിൽ നിന്ന് പോകുന്ന വൈബ്രേഷൻ ആ പുലർച്ചെ സമയത്തുള്ള യൂണിവേഴ്സുമായിട്ടുള്ള വൈബ്രേഷനുമായിട്ട് വളരെ പെട്ടെന്ന് അത് യോജിക്കുകയും അതിനനുസരിച്ച കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും. അത് നമ്മൾ ഉറങ്ങിയിട്ട് കാണുന്നതല്ല, അർദ്ധമായി പകുതി ഉറക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നമാണ്. ആ സമയത്ത് നമ്മുടെ മൈൻഡ് ഒരു ആൽഫ സ്റ്റേറ്റിൽ നിൽക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് പോകുന്ന വൈബ്രേഷൻ യൂണിവേഴ്സുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവും. കാരണം മറ്റൊരു തരത്തിലുള്ള ചിന്തയും ഇല്ലാതെ ഈ ഒരു തരത്തിലുള്ള ചിന്ത മാത്രമാണ് പോകുന്നത്. ഈ ഒരു ഊർജ്ജം മാത്രമാണ് അപ്പോൾ പോകുന്നത് മനസ്സിൽ നിന്ന്. അപ്പോൾ അത് കാരണം നമ്മൾ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാതെ ഒരു പകുതി ഉറങ്ങിയിട്ടേ ഉള്ളൂ, പകുതി മയക്കം. ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ഫീലാണ് അപ്പോൾ ഉണ്ടാവുക. മെഡിറ്റേഷൻ ചെയ്താലും ആ ഒരു മറ്റ് ചിന്തകളൊന്നുമില്ലാത്ത ആ ഒരു ഫീല് പോലെ ഈ ഒരു ചിന്ത മാത്രമാണ് പോകുന്നത്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് നമ്മളെ ജീവിതത്തിലേക്ക് നടക്കാൻ സാധ്യതയുണ്ട്. അതാണ് പല ആളുകളും പറയുന്നത്, പുലർച്ചെ കാണുന്ന സ്വപ്നങ്ങൾ വലിക്കും എന്ന് പറയാനുള്ള കാരണം തന്നെ ഇതാണ്. ഇത് രാത്രിയിൽ പല സമയത്തും നമുക്കങ്ങനെ വരും. കാരണം ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് പിന്നെ അടുത്ത ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആ മയക്കാവസ്ഥയിൽ കാണുന്ന പല സ്വപ്നങ്ങളും, അത് നല്ലതാവും ചീത്തതാവും. നമ്മളങ്ങനെ മയക്കത്തിൽ നിൽക്കുമ്പോൾ നമ്മളിൽ നിന്ന് എന്ത് സ്വപ്നമാണോ അന്നേരം വരുന്നത് അത് തീർച്ചയായിട്ടും വലിക്കും. അത് നല്ലത് വരാൻ നമ്മൾ ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വേണം. അതല്ലെങ്കിൽ ഈ അർദ്ധമയക്കത്തിൽ വരുന്ന സ്വപ്നം നമ്മുടെ ഉള്ളിൽ ആ തലേ ദിവസത്തെ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ എന്ത് ചിന്തകളാണോ കൂടുതലും നമ്മളെ ടെൻഷനാക്കുന്നതോ ആ രീതിയിൽ ഉയർന്നു നിൽക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ചിന്തകളാണ് നമുക്ക് വരിക. നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല, അറിയാതെ വരുന്നതാണ്. അതാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ആ അർദ്ധമയക്കത്തിൽ കാണുന്ന ആ സ്വപ്നം, അത് അർദ്ധമയക്കത്തിൽ നല്ല സ്വപ്നം കാണണമെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നല്ല നല്ല ചിന്തകളായിരിക്കണം, നല്ല നല്ല പോസിറ്റീവായ കാര്യങ്ങളായിരിക്കണം. അങ്ങനെ എപ്പോഴും പോസിറ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു അർദ്ധമയക്കത്തിലാണെങ്കിൽ പോലും നല്ല ചിന്തകൾ വരും, നല്ല സ്വപ്നങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. നമ്മളെ ചിന്തകൾ എപ്പോഴും മോശമായി ഭയപ്പെടുത്തുന്നതും പേടിയുള്ള കാര്യങ്ങളും നടക്കും എന്നുള്ള ടെൻഷനും അങ്ങനെ കൂടുതലും അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അതുമായി റിലേറ്റഡ് ആയ കാര്യങ്ങളായിരിക്കും ആ സ്വപ്നത്തിൽ പോലും നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതും സംഭവിക്കും. അപ്പം നമുക്ക് നല്ല സ്വപ്നങ്ങൾ കാണാനുള്ള ചിന്തകൾ വരണമെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ നമ്മൾ കാര്യമായിട്ട് എന്ത് കാര്യമാണോ നമുക്ക് ജീവിതത്തിൽ ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുക. നല്ല രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിൽ കാണുക, എല്ലാം നല്ല ഇതിൽ നടക്കുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്നിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളത് മനസ്സിൽ നല്ല രീതിയിൽ കണ്ടിട്ട് വേണം കിടന്നുറങ്ങാൻ. ആ ഒരു ഫീല് വേണം. അത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും അങ്ങനെ കിടന്നുറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്കത്തിൽ അഥവാ ഉണർന്നു കഴിഞ്ഞാലും പിന്നെ ഉറങ്ങുന്നതിനുള്ളിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. ആ സ്വപ്നങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കുന്നത്. അത് പണത്തെക്കുറിച്ചാണെങ്കിലും ശരി, മറ്റുള്ള എന്ത് സൗഭാഗ്യത്തെക്കുറിച്ചാണെങ്കിലും ശരി, നല്ല സ്വപ്നങ്ങൾ നിങ്ങളിൽ നിന്ന് വരാൻ നിങ്ങൾ തന്നെ അതിന് മനസ്സിലേക്ക് നല്ല നല്ല ചിന്തകൾ കൊടുക്കണം. ടെൻഷനും
മറ്റുള്ള അതുപോലുള്ള നെഗറ്റീവായ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലേക്ക് കൊടുക്കും തോറും അതുമായി ബന്ധപ്പെട്ടതാണ് പിന്നെയും പിന്നെയും വരുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എന്ത് കാര്യം നമ്മളിലേക്ക് നെഗറ്റീവ് വരും തോറും അസുഖങ്ങളായും മറ്റ് പല കാര്യങ്ങളായും നമ്മളിലേക്ക് ഓരോന്നോരോന്ന് വരാൻ തുടങ്ങും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ പോസിറ്റീവായ ചിന്താഗതികൾ കൊടുക്കുക. നമ്മുടെ ചുറ്റിലും പല നെഗറ്റീവായ കാര്യങ്ങളും നടക്കും, നമ്മളെ മനസ്സ് അങ്ങോട്ട് പോവും. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് ആവാതെ എല്ലാം ശരിയാവും എന്നുള്ളൊരു ശുഭമായ പ്രതീക്ഷയിൽ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അത് മൊത്തത്തിലും അങ്ങനെ സംഭവിക്കാൻ തുടങ്ങും. അത് സ്വപ്നത്തിൽ മാത്രമല്ല. സ്വപ്നത്തിൽ നമ്മൾ ഇനിയിപ്പോൾ എന്ത് പ്രതീക്ഷിച്ച് കിടന്നാലും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളാവും ചില ദിവസങ്ങളിൽ പുറത്തേക്ക് വരിക. അത് ഉള്ളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ശരിക്കും നിങ്ങളുടെ മനസ്സൊക്കെ നല്ല രീതിയിൽ ഹീൽ ചെയ്ത് മാറ്റിയാൽ തന്നെയാണ് അത് ഉള്ളിൽ നിന്ന് പോവുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ പറഞ്ഞത് കൊണ്ടും ഇത് കേട്ടത് കൊണ്ടൊന്നും അത് മനസ്സിൽ നിന്ന് പോവില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ ഈ സ്വപ്നങ്ങൾ കാണാതെ തന്നെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനും ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് കഴിയും. അതിനു വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക, പ്രവർത്തിക്കുക. ഒരു കാര്യം പ്രവർത്തിക്കാതെ നമ്മളിലേക്ക് ഒന്നും വന്നു ചേരില്ല. നമ്മളൊരു വീഡിയോ കണ്ടതുകൊണ്ട് ഒരു ഇത് കേട്ടതുകൊണ്ട് ഒന്നും ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് അത് എങ്ങനെയെന്നുള്ളത് അറിഞ്ഞ് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള മാറ്റങ്ങൾ വരൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കി ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യത്തോടും കൂടി ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സന്തോഷമായി ജീവിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അറിയണമെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നന്ദി, നമസ്കാരം.